ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ കൊണ്ടെത്തിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹത്തിൻ്റെ വചനമാണ്. അത് ചെല്ലുന്നിടത്തെല്ലാം അനുഗ്രഹത്തിൻ്റെ മാരി അഥവാ അനുഗ്രഹത്തിൻ്റെ നദികൾ അത് പുറപ്പെടുവിക്കും. അതുകൊണ്ട് ഇന്ന് ഈ വചനം നിങ്ങളുടെ ഭവനത്തിനകത്തും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്ന ഒരു കോ സ്പോൺസർ അമ്പലപ്പുഴയിൽ നിന്ന് ശ്രീലേഖയാണ്. താങ്ക് യു സിസ്റ്റർ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശ്രീലേഖയുടെ നടുവിലെ വേദനയും നീരും സൗഖ്യമാകുവാൻ, രണ്ടാമത്തെ മകൻ നിഖിൽ രാജിൻ്റെ കൂടെ വരുന്ന പനിയും അലർജിയും സൗഖ്യമാകുവാൻ, രണ്ടാമത്തെ മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗ്ലോ 2025 കോൺഫറൻസ് നവംബർ 14-15 സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള കോൺഫറൻസ് ആണിത്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന കോൺഫറൻസ് ആണിത്. അതുകൊണ്ട് നമ്മുടെ ചില പ്രശ്നങ്ങൾ, നമ്മുടേതായ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള സൊല്യൂഷൻസും അതിനുള്ള ആൻസേഴ്സും ഒക്കെ ഈ ഒരു കോൺഫറൻസിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ശക്തരായ അഭിഷക്തരായ ദൈവദാസിമാരുടെ ഒരു നിര തന്നെയാണ് ഈ പ്രാവശ്യത്തെ കോൺഫറൻസിൽ ദൈവകൃപയാൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് കടന്നു വരിക, രജിസ്റ്റർ ചെയ്യുക, കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമെന്ന വിശ്വാസത്തോടെ കടന്നു വരിക. ദൈവം അതിനുകൊണ്ട് നിങ്ങളെ നിറച്ച് അനുഗ്രഹിച്ച് അയക്കാനായിട്ട് പോവുകയാണ്. കർത്താവ് അതിനുവേണ്ടി എല്ലാവരെയും ധാരാളമായിട്ട് ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശവുമായിട്ട് ബ്രദർ ഡാമിൻ വെയിറ്റ് ചെയ്യുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. പല ഭവനങ്ങളിലും പല പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നമല്ല അടുത്ത വീട്ടിലെ പ്രശ്നം. പലവിധ പ്രശ്നങ്ങളിലൂടെയാണ് മനുഷ്യർ പോകുന്നത്. ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നു എന്ന് പറയുന്നവർക്ക് പോലും നാളുകളിൽ ഒരു പ്രശ്നം വരാം. പക്ഷെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. പ്രശ്നത്തിൻ്റെ പരിഹാരകൻ ദൈവമാണ്. പലപ്പോഴും പ്രശ്നപരിഹാരത്തിന് വേണ്ടി പ്രശ്നം വെക്കുന്നവരുടെ അടുക്കലും ഈ പ്രശ്നം വെക്കുന്നവരുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം ആര് നടത്തുന്ന പോലും അറിയില്ല. ഈ പ്രശ്നം വെക്കുന്നവരുടെ അടുക്കലും നോക്കിക്കുന്നവരുടെ അടുക്കലും ഒക്കെ പോയി കാശ് കളയുന്നതല്ലാതെ പലർക്കും പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ വീട്ടുകാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ആളാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നോട് പറയാം. യേശു കർത്താവ്, ചിലരുടെ ചിന്ത, യേശുവിനാകെ ചിന്തയുള്ളത് സ്വർഗം, നരകം, രക്ഷ, ആത്മീയ കാര്യങ്ങൾ. ഇതല്ലാതെ കർത്താവിന് യാതൊരു താല്പര്യമില്ല. അങ്ങനെയല്ല. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ എടുത്ത് നന്നായിട്ട് കണ്ണ് തുറന്ന് വായിക്കുക. ചിലർ കണ്ണട വെച്ചിട്ടാണ് പ്രശ്നം, കണ്ണട മാറ്റി വെച്ച് വായിക്കുക. ചിലർക്ക് കണ്ണട ഇല്ലാഞ്ഞിട്ടാണ് പ്രശ്നം, കണ്ണട എടുത്തു വെച്ച് വായിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദവും ഹവയും അല്ലലില്ലാതെ, കുടുംബ പ്രശ്നമില്ലാതെ, അമ്മാവിയമ്മ പ്രശ്നമോ അമ്മാവി അപ്പൻ പ്രശ്നമോ നാത്തൂൻ പോരോ ഒന്നുമില്ലാതെ, അയൽപക്ക ശല്യമില്ല, കാരണം അയൽപക്കക്കാരില്ല, കുഞ്ഞുങ്ങളുടെ പ്രശ്നമില്ല, കുഞ്ഞുങ്ങളില്ല, ദൈവവും ആദവും ഹവയും മാത്രമായിട്ട് ജീവിക്കുന്ന കാലത്ത് പെട്ടെന്ന് അവർ ദൈവത്തിനെതിരായി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അവർ അകന്നുപോയി പാപത്തിൻ്റെ അടിമകളായി മാറും. ഞാൻ വായിച്ചു വന്നു, ദൈവം അതോടെ അവരെ കൊന്നുകളഞ്ഞ് വേറൊരു പുതിയ സൃഷ്ടിപ്പിനെ ഉണ്ടാക്കുന്നു. പക്ഷെ ദൈവം അവരെ കൊന്നൊന്നും കളഞ്ഞില്ല. പകരം അവർ നഗ്നരെന്നറിഞ്ഞപ്പോൾ അത്തിയില കൂട്ടിത്തുന്നി ഏതൊക്കെ രീതിയിൽ ആദ്യത്തെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ നടത്തി ഉണ്ടാക്കിയത് ഒരു പക്ഷേ പെണ്ണായിരിക്കും, ഹവയായിരിക്കാം. ഒരു സ്യൂട്ട് ഭർത്താവിനുണ്ടാക്കി കൊടുത്ത് തനിക്ക് പറ്റിയ ഫീമെയിൽ ഗാർമെൻ്റ് ഉണ്ടാക്കി, ഇല കൊണ്ടുണ്ടാക്കി നാണം മറച്ച് ഇങ്ങനെ നിൽക്കുക. പക്ഷേ ഭയങ്കരമായ വെയിലടിച്ച സമയത്ത് ഇല ചുരുണ്ട് പിന്നെയും നഗ്നത വെളിയിൽ വന്നപ്പോൾ അത് എത്ര നാൾ അവർ വീണ്ടും ഒക്കെ ചെയ്തു എന്ന് എനിക്കറിഞ്ഞുകൂടാ. പല പ്രാവശ്യം കുറച്ച് നാളൊരു പക്ഷേ ഈ അത്തിയില ഇങ്ങനെ കൂട്ടി തുന്നി അത് ഉണങ്ങിപ്പോകുമ്പോൾ അടുത്തത് അങ്ങനെയൊക്കെ ജീവിച്ചു കാണാം. ഐ ഡോണ്ട് നോ, ബൈബിളിൽ അതില്ല. ആ സമയത്ത് അവരുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ, അവരുടെ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ താല്പര്യത്തോട് ദൈവം വന്നിട്ട്
കാരണം അന്ന് സ്റ്റിച്ചിങ് യൂണിറ്റുകൾ, ടൈലറിങ് യൂണിറ്റ്, ഫാഷൻ ഡിസൈനിങ് ഇതൊന്നുമില്ലാത്ത ആ സമയത്ത് ദൈവം ഇറങ്ങി വന്നിട്ട് ഒരു പക്ഷേ ഒരു കുഞ്ഞാടിനെ കൊന്ന്, ഒരാടിനെ കൊന്ന് ലെതർ കൊണ്ട് സ്യൂട്ട് ഉണ്ടാക്കി കൊടുത്തു. ലെതർ ജാക്കറ്റ്, ലെതർ കൊണ്ടുള്ള ട്രൗസേഴ്സും. എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. ഈ അമ്മാമയ്ക്കും ലെതർ കൊണ്ടുള്ള നല്ല സാധനം എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും കീറിപ്പോകാത്ത ലോങ് ലാസ്റ്റിംഗ് ആയ ഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തത് ദൈവമാണെങ്കിൽ, എൻ്റെ ചോദ്യം, ഹലോ പെൺപിള്ളേരെ, ആൺപിള്ളേരെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തിന് നിങ്ങൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ചിന്തയില്ലേ? ഷൂസിൻ്റെ കാര്യത്തിൽ ചിന്തയില്ലേ? നമ്മുടെ ഓരോ ആവശ്യങ്ങളെക്കുറിച്ചും കർത്താവിന് ചിന്തയില്ലേ? സ്കൂൾ ഫീയെ കുറിച്ച് കർത്താവിന് ചിന്തയില്ലേ? ഭർത്താവിന് ചിന്തയില്ലേലും കർത്താവിന് ചിന്തയില്ലേ? അത് വിശ്വസിച്ചുകൂടെ? എനിക്ക് എന്തൊക്കെ പറയണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കുടിച്ച് പൂസായി വീട് നോക്കാതെ ഉള്ളത് കൂടെ നശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവാണ് നിങ്ങളുടെ ഭർത്താവെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കരുതലില്ല, ഭക്ഷണ കാര്യത്തിൽ കരുതലില്ല. അത് ഭർത്താവാണ്. കർത്താവിന് മാറ്റം വന്നിട്ടില്ലല്ലോ. കർത്താവ് നല്ലവനാണല്ലോ. കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അങ്ങനെയെങ്കിൽ കർത്താവിന് എനിക്ക് എന്തൊക്കെയോ പറയാൻ വരുന്നു. നിങ്ങളുടെ കാര്യത്തിൽ വിചാരമുണ്ട്. നീ പലതിനെ ചൊല്ലി ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു എന്ന് മാർത്തയെക്കുറിച്ച് കർത്താവ് പരാതി പറയും. എന്നിൽ നിനക്ക് വിശ്വാസമില്ലേ? ഈ കിച്ചൻ്റെ കാര്യമാണെങ്കിലും ഗസ്റ്റ് മാനേജ്മെൻ്റ് ആണെങ്കിലും ഇവിടെ ഇപ്പോൾ ഒരു പ്രാർത്ഥനാ യോഗം, ബൈബിൾ സ്റ്റഡി നടക്കുകയാണ്. ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് വിചാരമില്ലേ? എനിക്ക് വിചാരം ഉണ്ടെന്ന് നിനക്ക് വിശ്വാസമില്ലേ? എൻ്റെ അർത്ഥം അതിലൊന്നും ടെൻഷൻ അടിക്കല്ലേ. ഇതൊക്കെ തരാനും കരുതാനും നമ്മുടെ വീട്ടിലൊരു കെയർ ടേക്കറായി, യജമാനനായി, നാഥനായി നിൽക്കുവാൻ കർത്താവിന് മനസ്സുണ്ട്. പക്ഷെ ഒരു അവസരം കൊടുക്കണ്ടേ? വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നാം ദൈവത്തിനൊരു അവസരം കൊടുക്കുന്നത്. അവിശ്വാസത്താൽ നാം ദൈവിക പ്രവർത്തനങ്ങളെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു തുടങ്ങിയത്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 9:15, 2 Corinthians chapter 9 verse number 15. Thanks be to God for his indescribable gift. ഞാൻ ഈ മോർണിംഗ് ഗ്ലോറിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിലേക്കും കർത്താവ് ചില ഗിഫ്റ്റുകൾ തരാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ സപ്ലൈ, യൂണിവേഴ്സലായി ദൈവം നൽകുന്ന പല ഗിഫ്റ്റുകളെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു. അതിലൊന്ന് യേശു, 2 നിത്യജീവൻ. ഈ ബോധവും ബുദ്ധിയുള്ള ആളുകൾ ഏറ്റവും വിലപ്പെട്ട ഗിഫ്റ്റ് ആദ്യം സ്വീകരിക്കും. ബോധവും ബുദ്ധിയും ഇല്ലെങ്കിൽ അത് തള്ളിക്കളഞ്ഞിട്ട് ഇവിടെ മാത്രം ആവശ്യമുള്ള ഭൗതികമായ കാര്യങ്ങൾ മാത്രം പെറുക്കിയെടുക്കും. ഇവിടെയാണ് ബുദ്ധിയും ജ്ഞാനവും കാണിക്കേണ്ടത്. കഴിഞ്ഞ ദിവസമെല്ലാം ഞാൻ ശക്തമായി പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നു. യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി. കുഞ്ഞുങ്ങളിവിടെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥിനികൾ എന്നെ ഒന്ന് കേൾക്ക്. യുവതിയുവാക്കന്മാർ ദയവായി ചെവിതാ. പ്രായമുള്ളവരും മിഡിൽ ഏജിലുള്ളവരും പ്രായപരിധി കൂടാതെ കുഞ്ഞുങ്ങളടക്കം ദയവായി ഞാൻ പറയുന്നു, ഒന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ പോലും ശ്രദ്ധിക്കുക. യേശു കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ഏറ്റുകൊണ്ടാൽ മുമ്പോട്ട് വയ്ക്കുവാനുള്ള ഓരോ ചുവടുകളും അവൻ കാണിച്ചു തരിക മാത്രമല്ല, ഓരോ ചുവടിലും ആവശ്യമുള്ള സപ്ലൈ അതത് സമയത്ത്, എല്ലാവരും പറഞ്ഞ അതത് സമയത്ത്, നേരത്തെ അല്ല, അതത് സമയത്ത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചിട്ട് തരും. ഇതിൻ്റെ പേരാണ് ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ്. അനുഗ്രഹത്തിൻ്റെ വർഷം, ആശിഷമാരി, ആശിഷങ്ങളുടെ അഥവാ അനുഗ്രഹങ്ങളുടെ മഴ പെയ്യിക്കുവാൻ കർത്താവ് ശക്തനാണെന്ന് അത് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ ആരുടെയൊക്കെയോ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് പറയാം, നിങ്ങളിത് എഴുതി വെക്കണം. അനുഗ്രഹങ്ങളുടെ വഴിത്താരയിൽ, അത്ഭുതങ്ങളുടെ വഴിത്താരയിൽ മുന്നിലേക്ക് നടത്താൻ ഈ യേശുവിന് മനസ്സുണ്ട്.
പക്ഷേ നിങ്ങളുടെ വീട്ടിൽ അപ്പനുണ്ടെങ്കിൽ ആ അപ്പന് കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്ഥാനം, ഏറ്റവും ടോപ്പ് പൊസിഷൻ കർത്താവിന് കൊടുക്കാൻ പഠിക്കണം. പലരുടെയും പ്രതീക്ഷകൾ അപ്പനിലാണ്, പലരുടെയും പ്രതീക്ഷകൾ അമ്മയിലാണ്. എന്നാൽ ഈ ഭൂമിയിലെ സകല അപ്പന്മാർക്കും അമ്മമാർക്കും പരിധികളുണ്ട്, ചിലർക്ക് പരാധീനതകളുണ്ട്. അവർക്കൊന്നും എല്ലാം ഒന്നും നമുക്ക് തൃപ്തിയാവോളം തരാനൊന്നും ഒരു മാനുഷിക മാതാപിതാക്കൾക്ക് സാധ്യമല്ല. അത് ദൈവം അങ്ങനെ ആക്കി വച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവരെയും ബൈപ്പാസ് ചെയ്ത് സകലവും ദാനമായി നൽകാൻ കഴിവുള്ള സകല ദാനങ്ങളുടെയും ദാതാവായ ഈ സർവശക്തനായ യേശുവിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കാനാണ് പലപ്പോഴും ചിലരെ ദൈവം, അല്ലെങ്കിൽ ചിലർ ഇൻകപ്പാസിറ്റേറ്റഡായി മാറുന്നത്. അവർക്ക് കഴിവില്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലെന്നിരിക്കട്ടെ, അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ്, അവർ തന്നെ സ്ട്രഗിൾ ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. നിങ്ങളുടെ സപ്ലൈ ദൈവത്തിൽ നേരിട്ട് വരും. അനുഭവിച്ചിട്ടാണ് പറയുന്നത്. ചുമ്മാ ഒരു ബുക്കിഷ് നോളജ് അടിച്ചു വിടുകയല്ല മക്കളെ, ദൈവം അത് ചെയ്തിരിക്കും. ഈ സമയത്ത് പല്ലുവേദനയാൽ ഭാരപ്പെടുന്നത്, ഫ്രീക്വൻ്റായി ഭയങ്കരമായി പല്ലുവേദനയാൽ ഭാരപ്പെടുന്ന ആരെയോ കർത്താവ് തൊടുന്നത് ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങൾ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങൾ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ കിഡ്നികൾക്ക് പ്രയാസമായി ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന ആരെയൊക്കെ കർത്താവ് തൊടുന്നു. ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ ആരോ ഒന്ന് അടിക്കുന്നത് പോലെ ഈ വയറിൻ്റെ ആ ഭാഗത്തൊരു പ്രഹരം പോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആരെയോ തൊടുന്നത് ഞാൻ കാണുന്നു. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. എന്തൊക്കെയോ ചില വലിയ കാര്യങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ വീടുകളിൽ ചെയ്യുന്നുണ്ട്. ഇതൊരു സീസണാണ്, ഇത് അപ്ഗ്രേഡുകളുടെ സീസണാണ്. ആയിരിക്കുന്ന നിലവാരത്തിൽ നിന്നും അടുത്ത നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സീസണിലൂടെയാണ് കർത്താവ് ഈ ദിവസങ്ങളിൽ ചിലരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ താമ്രത്തിന് പകരം വെള്ളിയും, വെള്ളിക്ക് പകരം സ്വർണവും, സ്വർണത്തിന് പകരം അതിനപ്പുറത്തേക്ക് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത നിലവാരം കർത്താവ് മാറ്റുകയാണ്. അയ്യോ, ഇത് പറഞ്ഞിട്ടും ചിലർ വിശ്വസിക്കുന്നില്ലല്ലോ. ഞാനിങ്ങനെയൊക്കെ ഇതുവരെ കർത്താവ് പലതും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല, ഞാൻ ഇങ്ങനെയൊക്കെ അവസാനിക്കും. നീ അങ്ങനെ അവസാനിക്കും. നിന്റെ വിശ്വാസം എന്താണ്, അതുപോലെ അവസാനിക്കും. എന്നാൽ ഞാനിത് സംസാരിക്കുന്നത് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അടുത്ത ജീവിതത്തിൻ്റെ നിലവാരത്തിലേക്ക്, അതും ചുമ്മാ സുഖിച്ച് ലക്ഷൂറി അതിനെക്കുറിച്ച് ഒന്നുമല്ല ഞാൻ പറയുന്നത്. ദൈവനാമത്തിൽ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് അഭിമാനമായി, മനുഷ്യർക്ക് അത്ഭുതമായി ഒക്കെ ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി അങ്ങനെ താല്പര്യമില്ലെങ്കിലും ദൈവത്തിന് താല്പര്യമുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള പല അനുഭവങ്ങൾ നിമിത്തം മനസ്സ് കൂമ്പടഞ്ഞ്, മനസ്സ് വാടി, കൂമ്പടഞ്ഞുപോയി. ഈ കൂമ്പടഞ്ഞു പോയ വാഴ എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂമ്പങ്ങ് അടഞ്ഞുപോയ പിന്നെ അതിൻ്റെ പുതിയ ഇലകളോ ഒന്നും വരികയില്ല, വാഴക്കുലയും വരികയില്ല, അവിടെ വെച്ച് അടഞ്ഞുപോയി എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ബോൺസയായി മുരടിച്ച് പ്ലേറ്റോ ചെയ്ത് ഇനി വളർച്ചയില്ല, ഇനിയൊരു ഭാവിയില്ല, ഇനി പ്രത്യാശയ്ക്ക് വകയില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ തീരും എന്ന് ചിന്തിക്കുന്നവരോട് ശക്തമായി പരിശുദ്ധാത്മാവിൽ ഞാൻ സംസാരിക്കുന്നു. അങ്ങനെയല്ല. പറഞ്ഞു തീരാത്ത ദാനമായി യേശുവിനെ തന്നവൻ നിൻ്റെ ജീവിതത്തിലേക്ക് ചിലതൊക്കെ സപ്ലൈ ചെയ്യാൻ വെമ്പൽ കൊണ്ട് താല്പര്യപ്പെട്ടിട്ടില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, മറുപടി നിങ്ങൾ പറയണം. ദൈവം പിശുക്കനാണോ? ദൈവം പിശുക്കനാണോ? സത്യം പറയണം. ലൈവ് ചാറ്റിൽ ഒന്ന് നിങ്ങൾ മറുപടി ഇട്ടെ. ദൈവം പിശുക്കനല്ലെങ്കിൽ ദൈവം പിശുക്കനല്ല എന്ന് എഴുതണം. Our God is a lavish God. Our Father is a lavish Father. ബൈബിളിൽ നിങ്ങൾ എല്ലായിടത്തും നോക്കിക്കും, എവിടെയെങ്കിലും ദൈവം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ മിച്ചം വരുന്നത് പോലെ അല്ലാതെ ദൈവം ഒന്നും കൊടുത്തിട്ടില്ല. മിച്ചം വരുന്നത് പോലെ മാത്രമേ കർത്താവ് നൽകൂ. ഉദാഹരണത്തിന് പത്രോസിൻ്റെ വഞ്ചിയിൽ യേശു കർത്താവ് കയറിയിട്ട് തലരാത്രിയിൽ ഒന്നും പിടിച്ചിട്ടില്ല. എങ്ങനെ വീട്ടിൽ പോകും? ഭാര്യയുടെ മുഖത്ത് എങ്ങനെ നോക്കും? കുഞ്ഞുങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇന്ന് അടുപ്പിൽ തീ പുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പത്രോസിന് ദൈവം മീൻ കൊടുത്തപ്പോൾ 2 മീൻ പിടിച്ചു. നിൻ്റെ സഞ്ചിയും കാണിക്കുക. 2 മീൻ. വീട്ടിൽ പോയി നീയും നിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ എങ്ങനെയും കഷ്ണമായിട്ട് മുറിച്ച് നീ തിന്നു എന്നല്ല യേശു പറഞ്ഞത്. പത്രോസിൻ്റെ പടകും പത്രോസിൻ്റെ വഞ്ചിയും അവരുടെ പാർട്ട്നേഴ്സിൻ്റെ വഞ്ചിയും നിറഞ്ഞ്
പുറത്തേക്ക് വല കീറാറാകുന്നത് പോലെ, പുറത്തേക്ക് ഒഴുകുന്നത് പോലെ എന്ന് വെച്ചാൽ നെറ്റ് ബ്രേക്കിംഗ്, ബോട്ട് സിങ്കിങ്. നെറ്റ് ബ്രേക്കിംഗ്, ബോട്ട് സിങ്കിങ്, വല കീറാറായി ബോട്ട് മുങ്ങുന്നത് പോലെയുള്ള അനുഗ്രഹം കർത്താവ് കൊടുത്തു. അപ്പം വർദ്ധിപ്പിച്ച സമയത്ത് പത്രോസേ, എടാ പോയി നീ എണ്ണ എടുത്തിട്ട് വാടാ, അന്ത്രോസേ എല്ലാവരും കൂടി എണ്ണയിട്ട് പോവാ, എത്ര പേരുണ്ട്? ഓക്കെ, 5000 പുരുഷന്മാർ. എന്നാൽ ഒരു പണി, ഒരു 4500 അപ്പം പിടിച്ചു. ഇത് കീറി എല്ലാവർക്കും പിള്ളേരുമായിട്ട് കഷ്ടിച്ചേ ഉള്ളൂ, ഉള്ളതുകൊണ്ട് അങ്ങ് കഴിച്ചു. അങ്ങനെയല്ല, അവർ തിന്നു. ഈ 5000 പുരുഷന്മാരുടെ ഭാര്യമാർ, അന്ന് പൊളിഗാമി ഉള്ള സമയമാണ്. ഒരാൾക്ക് 1, 2, 3, 4 ഭാര്യമാർ കാണും. അവർക്കെല്ലാവർക്കും കൂടി മക്കൾ കാണും. എല്ലാം കൂടി 20,000, 25,000 പേരെങ്കിലും കുറഞ്ഞതുണ്ടെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. അവരെല്ലാവരും വേണ്ടത്ര മൂക്കുവരെ തിന്നിട്ട് 12 വട്ടം ബാക്കി. ഇതാണ് യേശുവിൻ്റെ മനസ്സ്. ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, ഇതുപോലെ അനുഗ്രഹിക്കാൻ പിശുക്കില്ലാത്ത, ആരോടോ ശക്തമായി കർത്താവ് പറഞ്ഞു, പിശുക്കില്ലാത്ത യേശു, പിശുക്കില്ലാത്ത കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക. ഞാൻ വീണ്ടും പറയുന്നു, പിശുക്കില്ലാത്ത യേശു നിങ്ങളെ അനുഗ്രഹിക്കുക. അതിരിക്കട്ടെ, യേശുവിനെ യഥാർത്ഥമായ രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ? വീട്ടിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ അപ്പൻ, അമ്മ, മക്കൾ ഉണ്ടെന്നിരിക്കട്ടെ. അതിലേറ്റവും വലിയ സ്ഥാനം അപ്പനാണല്ലോ, സോഷ്യൽ സിസ്റ്റം അനുസരിച്ച്. അതിൻ്റെ മുകളിൽ യേശുവിനെ കൊണ്ടുപോയി വെക്കാൻ പറ്റുവാണെങ്കിൽ വെക്ക്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ മാലപ്പടക്കത്തിൻ്റെ തിരി കർത്താവ് കൊളുത്തിവിടും. വൺ ആഫ്റ്റർ ദി അതർ, മിറക്കിൾസ്, മിറക്കിൾസ്, മിറക്കിൾ, മിറക്കിൾ, മിറക്കിൾ. അതോടൊപ്പം അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. ഏതോ മക്കളിൽ, അതായത് കുഞ്ഞുങ്ങളിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് ഈ ശരീരത്തിൽ, ചില കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ത്വക്ക് രോഗം വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചൊറി പോലെയോ സൊറാസിസ് പോലെയൊക്കെ ത്വക്ക് രോഗങ്ങൾ, എക്സിമയാകാം, മറ്റെന്തെങ്കിലും വ്രണങ്ങളാകാം, അങ്ങനെ വന്ന് ഭാരപ്പെടുന്ന ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളത് സ്വീകരിച്ചു. മറ്റേതെങ്കിലും ആണെങ്കിലും കർത്താവ് ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എല്ലാ വീടുകളിലും മഹാത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ പോകുന്ന വീടുകളിൽ അത്ഭുതകരമായ വിടുതലുകൾ ഉണ്ടാകട്ടെ. ചില വീടുകളിൽ തന്നെ ചില കൊച്ച് എന്തോ ബിസിനസ് ആരംഭിക്കുന്നത് പോലെ ചില ബിസിനസ്സുകൾ ആരംഭിക്കാൻ കർത്താവ് കൃപ തരികയാണ്. അങ്ങനെ ഉൾപ്രേരണയുള്ളവർ അതിനുവേണ്ടി കാലെടുത്ത് വെച്ചു. അതുപോലെ ജോലിയില്ലാത്ത ചിലർക്ക് ജോലി കർത്താവ് തരുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ വരുന്നു. വിശ്വസിക്കുക. കാരണം നമ്മുടെ വീട്ടുകാര്യങ്ങൾ കർത്താവ് കരുതലും മനസ്സുമുള്ളവനാണ്. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ജനിക്കാത്ത രീതിയിൽ ഒവേറിയൻ സിസ്റ്റുകളോ PCODയോ, ഭർത്താവിന് കൗണ്ട് ഇല്ല, അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലായിരിക്കുന്ന, ഞാനിത് പറയുമ്പോൾ ഭയങ്കരമായ അഭിഷേകം ഞാൻ അനുഭവിക്കുന്നുണ്ട്. വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ ഇൻ ജീസസ് നെയിം. പൈൽസ് രോഗം സൗഖ്യമാകും. പൈൽസ് രോഗം, മൂലക്കുരു, അർഷസ് എന്നൊക്കെ പറയുന്ന ആ രോഗത്തെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് ഇൻ ജീസസ് നെയിം. അത് സംഭവിക്കട്ടെ. അതുപോലെ ഏതെങ്കിലും ചോക്ലേറ്റ് സിസ്റ്റുകൾ, മറ്റ് പല ടേംസ് എല്ലാം എനിക്ക് അറിഞ്ഞുകൂടെ പറയാൻ, അതൊക്കെ ഉള്ളവരുടെ ശരീരത്തിലൊരു സൗഖ്യം നടക്കുന്ന ഒരു സർജറി ഈ മുമ്പിൽ കാണുന്ന ചിലരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. കൈനീട്ടിയേ ഈ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വിശ്വാസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറാം, ഒരു സ്പോൺസറായി മാറാം, ചാനൽ പാർട്ട്ണറായി മാറാം. അതുപോലെ ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ ഒരു പങ്കാളിയായി മാറാം. സ്ക്രീൻ നമ്പറിൽ വിളിക്കുക. പ്രാർത്ഥന വിഷയങ്ങളുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.